voice of God. God through evangelist Shaji Joseph. യേശുവിൻ നാമത്തിൽ ജയമുണ്ട്. എഴുന്നേൽക്ക യേശുവിൻ നാമത്തിൽ ജയമുണ്ട്. തോൽവിയില്ല, ഇനി തോൽവിയില്ല. തോൽവിയെ കുറിച്ചുള്ള ചിന്ത വേണ്ട. തോൽവിയില്ല, ഇനി തോൽവിയില്ല. തോൽവിയെ കുറിച്ചുള്ള ചിന്ത വേണ്ട. എന്റെ ചിന്ത ജയം മാത്രം. വെൽക്കം ടു ദ ടീച്ചിങ് മിനിസ്ട്രി ഓഫ് ഇവാഞ്ചലിസ്റ്റ് ഷാജി ജോസഫ്. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്ന ഈ ദൈവജന സന്ദേശം കേൾക്കുവാനായി വിശുദ്ധ വേദപുസ്തകവും നോട്ട് ബുക്കും എടുത്തുകൊണ്ട് ഇപ്പോൾ വരിക. പ്രിയരെ, ദി വോയിസ് ഓഫ് ഗോഡ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് ബൈബിളിലെ അതിപ്രധാനമായ ഒരു വിഷയമാണ് ഫോളോയിങ് ജീസസ്, യേശുവിനെ അനുഗമിക്കുക. മടക്കയാത്രയിലാണ് നാം യേശുവിനെ അനുഗമിക്കുന്നത്. പുതിയ നിയമത്തിൽ മടക്കയാത്ര വളരെ പ്രാധാന്യമുള്ള വിഷയമാണ്. യേശുവിനെ അനുഗമിച്ച് പിതാവിൻ്റെ ഭവനത്തിലേക്ക് നാം കടന്നു പോകുന്നതാണ് പുതിയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഈ വിഷയത്തെ അനുഗമിച്ച് മറ്റെന്ത് നാം ചെയ്താലും അവസാനം നമ്മുടെ പ്രവൃത്തി ശൂന്യമായി തീരും. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ മടക്കയാത്രയെ അവഗണിക്കാതെ നമുക്ക് തുടർന്നുള്ള സന്ദേശത്തിന് ചെവി കൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് അത് പകർത്തിയെടുക്കും. സമാധാനത്തിന്റെ ദൈവം വേഗത്തിൽ സാത്താനെ ദൈവത്തിന്റെ കാൽ കീഴിലല്ല, നമ്മുടെ കാൽ കീഴിലാക്കി ചതയ്ക്കാൻ പോവാ. ഈ പ്ലാനറ്റിലേക്ക് പിശാചിനെ കൊണ്ടുവന്നത് ആദമാണെങ്കിൽ അതേ ആദം തന്നെ ഈ പ്ലാനറ്റിൽ നിന്ന് പിശാചിനെ നടത്തുകയും ചെയ്യും. കുഞ്ഞുങ്ങളെ, 10 ലക്ഷം പേരുമായി നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത് 10 പേരുമായി സ്വർഗത്തിൽ പോകുന്നതല്ലേ? ഗ്ലോറി, ഹല്ലേലൂയ. ഈ വലിയ ചർച്ചകൾ ശുഷ്കിക്കാൻ തുടങ്ങി. യേശു പ്രസംഗങ്ങൾ മൂർച്ഛിച്ച് താഴേക്ക് വരുമ്പോ 6:6:6 ഈ അധ്യായത്തിലും വരുന്നുണ്ട്. നിങ്ങൾ മറക്കാത്ത സംഭവമാണ്. 6:66 എന്ത് സംഭവിച്ചു? അന്നു മുതൽ അവന് ധാരാളം ശിഷ്യന്മാരുണ്ടായിരുന്നു. ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി. യേശു ഒരെണ്ണത്തിനെ തിരിച്ചു വിളിച്ചില്ല. ഞാൻ ഉദ്ദേശിച്ചത് എന്താണ്, ഞാൻ ഉദ്ദേശിച്ചത് അതാണെന്നും പറഞ്ഞു ഒരാളെ തിരിച്ചു വിളിച്ചില്ല. അന്ന് മുതൽ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി. ബാക്കി എത്ര പേരുണ്ടെന്ന് അറിയാമോ? 12 പേര്. വലിയ ചർച്ച്, മെഗാ ചർച്ച് ചെറുതായി ടൈനി ചർച്ചായി തീർന്നു. കർത്താവ് നേരിട്ട് അവരോട് ചോദിച്ചതെന്താ? യേശു പന്തിരുവരോട് നിങ്ങൾക്കും പോയിക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. ശീമോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കൽ ഉണ്ട്. ഗ്ലോറി, ഹല്ലേലൂയ. ഞങ്ങൾ താൽക്കാലിക ജീവന്റെ വചനങ്ങളല്ല അന്വേഷിച്ച് വന്നിരിക്കുന്നത്, ഞങ്ങൾ നിത്യജീവന്റെ വചനങ്ങൾ അന്വേഷിച്ച് വന്നിരിക്കുന്നത്. സഹോദരങ്ങളെ ശ്രദ്ധിച്ചേ, യാത്രയിൽ താൽക്കാലിക ജീവന്റെ വചനങ്ങളാണ്, മടക്കയാത്രയിൽ നിത്യജീവന്റെ വചനങ്ങളാണ്. ഈ പുസ്തകത്തിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. ഇപ്പോ അവിടെ ദൈവവചനം സെപ്പറേറ്റ് ചെയ്യുക, 2 വചനങ്ങൾ തമ്മിൽ. യാത്രയിൽ നിൽക്കുന്നത് താൽക്കാലിക ജീവന്റെ വചനങ്ങൾ. അതായത് നമുക്ക് മനസ്സിലാക്കണം. ഇപ്പോ ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിലേക്ക് വന്നാൽ അവിടെ കൊടുക്കുന്നതെല്ലാം നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ, നീ എന്നെ അനുസരിച്ചാൽ ഞാൻ നിന്നെ വയലിൽ അനുഗ്രഹിക്കും, ഞാൻ നിന്റെ ഗർഭഫലം അനുഗ്രഹിക്കും, നിന്റെ കാളകളുടെ പെറുപ്പ് അനുഗ്രഹിക്കും, നിന്റെ ആ ഭൗതിക മണ്ഡലങ്ങളെ അനുഗ്രഹിക്കും. ഇത് ദൈവം നമുക്ക് തരുന്ന ദാനമാണ്. മനസ്സിലായോ? ഇതൊക്കെ താൽക്കാലിക ജീവന്റെ വചനങ്ങളാണ്. പക്ഷെ യേശുവിനെ തൊട്ടാൽ നിത്യമായി തീരും. മനസ്സിലാകുന്നുണ്ടോ? യേശുവിനെ തൊട്ടാൽ നിത്യമായി തീരും.
ഗ്ലോറി. അപ്പൊ യേശു പറയുകയാണ്, ഈ താൽക്കാലികമായ അപ്പത്തിന് വേണ്ടിയല്ല നിങ്ങൾ അധ്വാനിക്കേണ്ടത്, നിത്യമായി നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് നിങ്ങൾ അധ്വാനിക്കുക. അത് മനുഷ്യപുത്രനായി ഞാൻ നിങ്ങൾക്ക് തരും. മനസ്സിലായോ? അപ്പൊ ഈ പുസ്തകത്തിൽ 2 ടൈപ്പ് വചനമുണ്ട്. താൽക്കാലിക ജീവന്റെ വചനവും ഉണ്ട്, നിത്യജീവന്റെ വചനവും ഉണ്ട്. നമുക്ക് രണ്ടും ആവശ്യമാണ്. ശ്രദ്ധിക്കുക, ദൈവം പറഞ്ഞ മെഷർമെന്റിൽ. ഹല്ലേലൂയ. ഇനി താൽക്കാലിക ജീവന്റെ വചനങ്ങൾ മാത്രമാണ് നമ്മൾ എടുത്തു പോകുന്നതെങ്കിൽ പ്രിയരെ, നമ്മൾ യാത്രയില്ല. ഗ്ലോറി. എന്നാൽ നിത്യജീവന്റെ വചനങ്ങളാണ് നാം എടുക്കുന്നതെങ്കിൽ നാം മടക്കയാത്രയിലാണ്. ഗ്ലോറി. ഹല്ലേലൂയ. അത് മനുഷ്യപുത്രൻ നമുക്ക് ഡേ ബൈ ഡേ തരുവാനിടയാകും. അങ്ങനെ നിത്യജീവന്റെ വചനങ്ങൾ നമുക്ക് കിട്ടിയാൽ, നമുക്ക് താൽക്കാലിക ജീവന്റെ സകലതും അതിലൂടെ ഉത്ഭവിക്കും. ഗ്ലോറി. ഹല്ലേലൂയ. അപ്പോൾ പ്രിയരെ, 2 തരത്തിലുള്ള വചനങ്ങളുണ്ട്. നാം മനസ്സിലാക്കുക, ഇത് രണ്ടും കൂടി നാം മിക്സ് ചെയ്യരുത്. സെപ്പറേറ്റ് ചെയ്ത് തന്നെ വേണം നാം മനസ്സിലാക്കി കൊണ്ടുപോകുവാൻ. ഇന്ന് നാം യാത്രയിലല്ല, മടക്ക യാത്രയില. ഗ്ലോറി. അപ്പോൾ പ്രിയരെ, അതിന്റെ അടുത്ത വാക്യം, അന്ന് മുതൽ ധാരാളം പേര് അവിടെ നിന്ന് വിട്ടുപോയി. ഉടനെ യേശു ചോദിക്കുക, നിങ്ങൾക്കും പോകുവാൻ മനസ്സുണ്ടോ? ഉടനെ പത്രോസ് പറയാ, നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്, നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും? അപ്പൊ നിത്യജീവന്റെ മൊഴികൾ ആവശ്യമുള്ളത് എത്ര പേരാ? 12 പേരേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ പ്രിയരെ, ആ ചർച്ച് അവിടെ ചെറുതാകുവാനായിട്ട് ഇടയായി. ഒരു മെഗാ ചർച്ചായിരുന്നു, വലിയ ചർച്ചായിരുന്നു. രോഗികൾ ചെയ്യുന്ന അടയാളങ്ങളും അതോടൊപ്പം തന്നെ 5 അപ്പം കൊണ്ട് 5000 പേരെ പോറ്റിയതും ഇതെല്ലാം കണ്ടപ്പോ ചർച്ച അങ്ങ് വലിയ ചർച്ചയായി. തുടർന്ന് കർത്താവ് ഒരു പ്രസംഗം ആരംഭിച്ചു. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ തുടക്കത്തിലാണ് ചർച്ച വലിയത്. നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന അപ്പത്തിനെ അധ്വാനിക്കാൻ പറഞ്ഞതോടുകൂടെ ചർച്ച ചെറുതായി ഒരു ടൈനി ചർച്ചായി മാറി. മനസ്സിലായോ? ഈ പടം കാണിക്കുന്ന ഉദ്ദേശം, ഈ പടങ്ങൾ പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് മറന്നു പോകത്തിൽ അകത്ത് കിടക്കും. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അപ്പൊ കർത്താവിന് ചർച്ച വലുതാകുന്ന ശുശ്രൂഷ മാത്രമല്ല, ഇവരെന്നും കൂടെ ഉണ്ടായിരുന്നു. കർത്താവ് ചർച്ച ചെറുതാകുന്ന ശുശ്രൂഷയും കൂടെ ഉണ്ടായിരുന്നു. മനസ്സിലായോ? ശ്രദ്ധിച്ചേ, കർത്താവ് അന്വേഷിക്കുന്ന ക്വാണ്ടിറ്റി അല്ല എന്റെ സഭയിൽ ഇത്രയും പേരുണ്ടെന്നുള്ളത്. കർത്താവ് അന്വേഷിക്കുന്ന ക്വാളിറ്റിയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ ക്വാളിറ്റി ചെക്കിംഗ് ഉണ്ടാവും. മനസ്സിലായോ? ഈ ക്വാളിറ്റി ചെക്കിംഗ് വരുമ്പോ പലതും പുറത്തു പോകും. ഗ്ലോറി. ഈ ക്വാളിറ്റി ചെക്ക് ചെയ്യുവാൻ ഇതേപോലത്തെ പ്രസംഗങ്ങൾ ഉപയോഗിക്കും. ക്വാളിറ്റി ചെക്ക് ചെയ്യുവാൻ പിശാചിനെ ഉപയോഗിക്കും. ഇങ്ങനെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ പിശാചിനെ ഉപയോഗിക്കുന്നതിന്റെ മാർഗങ്ങളിൽ ഒന്നാണ് ഈ 666. പിന്നെ 1000 വർഷം ജീവിക്കുമ്പോൾ, അതുകൂടി പറഞ്ഞ ഭാഗം നിർത്തട്ടെ. 1000 വർഷം യേശു ക്രിസ്തു ജെറുസലേം തലസ്ഥാനമാക്കി ലോകം മുഴുവൻ ഭരിക്കും. അന്ന് പിശാച് അഗാധ കൂപത്തിലാണ്. അത് കഴിഞ്ഞിട്ട് ഈ പൂട്ടിയ ദൈവം തന്നെ ഈ പിശാചിനെ തുറന്നു വിടും. ഒരു അമ്മച്ചി കഴിഞ്ഞ പ്രാവശ്യം ഒരു സമയത്ത് എന്നോട് ചോദിച്ചു, എന്നാലും ചെയ്തത് കടുപ്പായി പോയി ദൈവം. അമ്മേ, അതെന്തോ? അല്ല, പാടുപെട്ട് അവനെ പിടിച്ചകത്തിട്ടത്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന് പിശാചിനെ പിടിക്കാൻ പാടൊന്നും പാടണ്ട. ഒന്ന് കൽപ്പിച്ച പരിപാടി തീർന്നു. അവനെ നിർത്തിയിരിക്കുക. കാരണം നമ്മളെ ഒന്ന് ടെസ്റ്റ് ചെയ്യണ്ടേ? ഏമേ, ഇവനേക്കാൾ നല്ല എക്സാമിനർ ടെസ്റ്റ് ചെയ്യാൻ പറ്റിയ ആള് വേറെ ആരാ ഉള്ളേ? ഏമേ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയരെ, ഈ 1000 വർഷവും ഈ വന്ന ജനത്തിന് യാതൊരു ടെസ്റ്റും ഇല്ല. മനസ്സിലായോ? കാരണം പിശാച് എവിടെയാ? അഗാധ കൂപത്തില്ല. 1000 വർഷം കഴിയുമ്പോ ദൈവം തന്നെ ഇവനെ അയച്ചു വിടും, ചെല്ലാൻ പറയും. പിശാച് ഇറങ്ങും ലോകത്തിലേക്ക്. ദൈവത്തിന്റെ വചനം പറയാ, 1000 വർഷത്തിലേക്ക് മനുഷ്യരെ ചതിക്കാതിരിക്കുവാൻ അവനെ അഗാധ കൂപത്തിൽ അടച്ചു. അപ്പൊ ഇവന്റെ പണി എന്തുവാ? ചതി. അത് കഴിഞ്ഞാൽ അല്പനേരത്തെ ഇവനെ അഴിച്ചുവിടും. എന്തിനാ? ചതിക്കാൻ. ഇവനങ്ങ് ഇറങ്ങി ചെന്നിട്ട് ഇതുപോലത്തെ പല കുടുക്കുകൾ, വെബുകൾ ഉണ്ടാക്കും. ഉടനെ തന്നെ ജനം അതിൻ്റെ ഉള്ളിൽ ചാടി കയറും. അപ്പൊ അറിയാം ആരൊക്കെ ദൈവത്തിന്റെ ഭാഗത്തുണ്ട്, ആരൊക്കെ ഇവന്റെ ഭാഗത്തുണ്ടെന്ന്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഇവനെ ടെസ്റ്റ് ചെയ്യാനാ ഉപയോഗിക്കണേ. ടെസ്റ്റ് കഴിഞ്ഞാൽ ഇവനെ എടുത്ത് ദീപകയിലേക്ക് ഇടും. ഹല്ലേലൂയ. പിശാചിന് ഇനി ഒരു വിധിയില്ല. ഓൾറെഡി പിശാചിന്റെ വിധി കഴിഞ്ഞു കിടക്കാം നേരത്തെ. ഏമേ, ഹല്ലേലൂയ. നിഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാ വിധി വന്നു കഴിഞ്ഞു. വിധി നടപ്പിലാക്കിയിട്ടില്ല. ഗ്ലോറി. ആ വിധി നടപ്പിലാക്കേണ്ടവരാണ് നിങ്ങളത്. നിങ്ങൾ അറിയുന്നില്ലയോ? സഭയോടാ ചോദിക്കുന്നേ.
ഹല്ലേലൂയ. പസ്കോറിന്ത്യൻ 6-ാം അധ്യായം ചോദിക്കണേ, ദൂതന്മാരെ വിധിക്കേണ്ടവരാണ് നിങ്ങളെന്ന് അറിയുന്നില്ലയോ? ഞങ്ങൾ അതൊന്നും അറിഞ്ഞുകൂടാ, ഞങ്ങൾക്ക് ആകപ്പാട് അറിഞ്ഞാൽ കൈ അടിച്ചാൽ കിട്ടും. നമുക്ക് അത്ര അറിയത്തുള്ളൂ, വേറെ ഒന്നും അറിഞ്ഞുകൂടാ. പക്ഷേ സഹോദരങ്ങൾ, ഇതൊക്കെ അറിയണം. നമ്മൾ ആ ന്യായവിധി നടപ്പിലാക്കാൻ പോകുന്നത് സമാധാനത്തിന്റെ ദൈവം വേഗത്തിൽ സാത്താനെ ദൈവത്തിന്റെ കാൽ കീഴിലല്ല നമ്മുടെ കാൽ കീഴിലാക്കി ചതയ്ക്കാൻ പോവാം. നമ്മുടെ അവൈലബിലിറ്റിയും ദൈവത്തിന്റെ ശക്തിയും കൂടി ചേരുമ്പോൾ സംഭവം നടക്കും. ഒന്നും അറിഞ്ഞില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് കണ്ണടച്ച് നടക്കരുത്. വലിയൊരു ഉത്തരവാദിത്വം സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഈ പ്ലാനറ്റിലേക്ക് പിശാചിനെ കൊണ്ടുവന്നത് ആദമാണെങ്കിൽ അതേ ആദം തന്നെ ഈ പ്ലാനറ്റിൽ നിന്ന് പിശാചിനെ ഇറക്കുകയും ചെയ്യും. ദൈവം സഹായിക്കും. ഗ്ലോറി ടു ഗോഡ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും പിശാചിനെ ജയിക്കുവാൻ ഇടയാകണം. ജയിക്കുന്നതിന് അവകാശമാക്കും. അതിനാൽ ജയിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ അകത്ത് കൂടെയുണ്ട്, നമ്മളെ ശക്തിപ്പെടുത്താൻ കൂടെയുണ്ട്. ആ ദൈവം നമ്മളെ നയിക്കും, നടത്തും. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ ഇതേപോലെയുള്ള കുരുക്കുകൾ അങ്ങ് അവസാനം വരെ ഉണ്ടാകും. ദൈവത്തോട് കൂടെ നടന്നാൽ ദൈവം അപ്പുള്ള കാര്യം വെളിപ്പെടുത്തി തരും. അല്ല സ്വന്തം ഇഷ്ടം സ്വന്തം മോഹമാണെങ്കിൽ കുഞ്ഞെ നീ വീഴും. അതുകൊണ്ട് നിങ്ങളൊരു തീരുമാനം എടുത്തോ, ജയം പ്രാപിക്കാൻ തക്കവണ്ണം ഓടിക്കോ. ഹല്ലേലൂയ. ഈ ദൈവവേല എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, വൈദ്യപഴപ്പിന്റെ ഒരു മാർഗമല്ല. പക്ഷേ സുവിശേഷം അറിയിക്കുന്നത് സുവിശേഷം കൊണ്ട് ഉപജീവിക്കണം. ശ്രദ്ധിച്ചു കേൾക്കുക. ദൈവവേല എന്ന് പറയുന്നത് വൈദ്യപഴപ്പിന്റെ മാർഗമല്ല, പക്ഷെ സുവിശേഷ വേല ചെയ്യുന്നത് സുവിശേഷം കൊണ്ട് ഉപജീവിക്കണം. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഇത് ദൈവത്തിന്റെ നിയമമാണ്. പക്ഷെ നമ്മുടെ മനസ്സ്, ആറ്റിറ്റ്യൂഡ് ഇത് പണം സമ്പാദിക്കാനുള്ള ഒരു മാർഗമായിട്ട് കണ്ടാൽ അവിടെയാണ് തെറ്റ്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഇതൊന്നും ഈ ലോകത്തിലെ ജനത്തിന് അറിഞ്ഞുകൂടാ, നമുക്കും അറിയാം, ദൈവത്തിനും അറിയാം. ഗ്ലോറി. ഇതൊക്കെ അവനവന്റെ ഹൃദയത്തിലെ ചിന്തകളാ. നമ്മൾ ദൈവവുമായിട്ട് കറക്റ്റ് ചെയ്തോളാം. ഗ്ലോറി. ഹല്ലേലൂയ. നമ്മുടെ ദൈവം വയറായി തീരരുത്. നമ്മുടെ ദൈവം യഹോവയായ ദൈവമായിരിക്കണം. നമ്മുടെ മഹത്വത്തിന് വേണ്ടി, നമ്മുടേതായ വിഷയങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യരുത്. എല്ലാം ദൈവ ഇഷ്ടം ഭൂമിയിൽ സ്ഥാപിക്കുവാൻ, ഞാൻ ദൈവരാജ്യം ഭൂമിയിൽ കൊണ്ടുവരുന്നവളാണോ എന്ന് ഓരോരുത്തരും ചിന്തിക്കുക. ഗ്ലോറി. ദൈവത്തിന്റെ വചനം പറയാണ്, ദൈവ ഇഷ്ടം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവൻ ഉപദേശം ദൈവത്തിൽ നിന്നാണോ മനുഷ്യനിൽ നിന്നാണോ തിരിച്ചറിയും. ഹല്ലേലൂയ. അല്ലാത്തവന് തിരിച്ചറിയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. കാരണം പുള്ളിക്കാരൻ നിൽക്കുന്ന മനുഷ്യഷ്ടത്തിലാണ്. മനുഷ്യഷ്ടം എന്ന് പറഞ്ഞാൽ പിശാചിന്റെ ഇഷ്ടമാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ അമ്മേ, ഇത് വിട്ടിട്ട് ഇനി നമ്മുടെ ക്ലാസ്സിലേക്ക് നമ്മൾ കടന്നു പോകാനായിട്ട് റെഡിയാകട്ടെ. ഗ്ലോറി ടു ഗോഡ്. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സബ്ജക്ട് റിട്ടേൺ ചെയ്നി ആൻഡ് ലോ ഓഫ് ദ സ്പിരിറ്റ്. നാം ഒന്ന് മനസ്സിലാക്കി, നാം യാത്രയിലാണ്, അതോടൊപ്പം തന്നെ മടക്കയാത്രയിലാണ്. യാത്ര വിട്ടു മടക്കയാത്രയിലായി. പക്ഷേ യേശുക്രിസ്തു നമ്മളോട് മടങ്ങി പോകുവാൻ പറഞ്ഞു, എന്നെ അനുഗമിക്കുവാൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ യേശുക്രിസ്തു നമ്മളോട് പോകുവാനും പറഞ്ഞു. എങ്ങോട്ടാ പോകുവാൻ പറഞ്ഞ്? ലോകത്തിലേക്ക് പോകാൻ പറഞ്ഞു. ഇതാ ഈ കൈത്തിരി കത്തി എരിഞ്ഞ് തീരാൻ പോവാ. കണ്ടോ? തീർന്നുകൊണ്ടിരിക്കുക. ഇതേപോലെ നമ്മളും തീർന്നുകൊണ്ടേയിരിക്കുക. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, യാത്രയിൽ പോകുന്ന നമ്മൾ കത്തി എരിഞ്ഞ് തീരുകയാണ്. എന്നാൽ എന്നെ അനുഗമിക്കാൻ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, ഇത് നമ്മുടെ ഹൃദയം കൊണ്ടാ യേശുവിനെ അനുഗമിക്കുന്നത്. ഹല്ലേലൂയ. അനുഗമിക്കുന്നതാണ് പുത്രത്തെ യാത്ര, ലോകത്തിലേക്ക് പോകുന്നതാണ് ദാസന്റെ യാത്ര. ഗ്ലോറി ടു ഗോഡ്. രണ്ടും നമ്മൾ ചെയ്യേണ്ടതാണ്. രണ്ടിനും ഓരോ ഉദ്ദേശങ്ങളുണ്ട്. ഗ്ലോറി. ഇനി മനസ്സിലാക്കുവാൻ നാം പോകുന്നത് റിട്ടേൺ ജേണി ആൻഡ് നാരോവേ ആണ്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം മനസ്സിലാക്കിയ കാര്യങ്ങൾ നമ്മളുടെ ഹൃദയത്തിൽ ധ്യാനിക്കുക. ഫാദേഴ്സ് ബിസിനസ് എന്ന് പറയുന്ന അനുഗ്രഹീതമായ പുതിയൊരു പുസ്തകം, പുതിയൊരു സന്ദേശം. ഇതിന്റെ പ്രൂഫ് വായിച്ച ദൈവദാസന്മാർ ചിലർ അഭിപ്രായപ്പെട്ടത് ഇത് നന്മയിലേക്കുള്ള ഒരു ആത്മീയ വിപ്ലവമായി തീരും ഈ പുസ്തകത്തിലെ സന്ദേശം എന്നാണ്. ഇത് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ഒരു വഴിത്തിരിവായിരിക്കും. തീർച്ചയായും ഈ പുസ്തകത്തിലെ വചനങ്ങൾ നിങ്ങൾക്ക് ഒരു ആത്മീയ ഉണർവും ഒരു ആത്മീയ സന്തോഷവും ഒരു നവചൈതന്യവും ഉണ്ടാക്കും. ദൈവരാജ്യം അവകാശമാക്കുവാൻ ഈ പുസ്തകത്തിലെ സന്ദേശം നിങ്ങളെ സഹായിക്കും. ഒരു മനുഷ്യായുസ്സിൽ ഒരു വ്യക്തിക്ക് സമ്പാദിക്കാൻ കഴിയാവുന്ന ഏറ്റവും വലിയ കാര്യം ഭവനമല്ല, കാറല്ല, പണമല്ല, ദൈവരാജ്യം അവകാശമാക്കുക എന്നുള്ളതാണ്. ഷാജി ജോസഫ് എന്ന ദൈവദാസൻ എഴുതിയിരിക്കുന്ന ജയിക്കാനായി വീണ്ടും ജനിച്ച ഈ പുസ്തകം ദൈവനാമത്തിന് വേണ്ടി റിലീസ് ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകം, ഒരു നല്ല ചിന്തകൻ, നല്ല എഴുത്തുകാരൻ. ഈ പുസ്തകത്തിലെ സന്ദേശം നിങ്ങളെ ദൈവരാജ്യം അവകാശമാക്കുവാൻ സഹായിക്കും. ഈ പുസ്തകം പ്രാർത്ഥനാലയത്തിന്റെ വെബ്സൈറ്റിലും പ്രധാന ബുക്ക് ഷോപ്പിലും ലഭ്യമാണ്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പിക്ചേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞ സബ്ജക്റ്റിന്റെ ഒരു ഷോർട്ട് ഫോം ആണ്. ഇതെല്ലാം അനേക പിക്ചേഴ്സ് പുതിയ പുസ്തകത്തിന്റെ ഉള്ളിലുണ്ട്. നിങ്ങൾക്ക് വളരെ എളുപ്പ കാര്യങ്ങൾ, ആത്മീയ കാര്യങ്ങൾ വിഴുങ്ങാൻ തക്കുന്ന സ്വരത്തിൽ സഹായിക്കും. ഗ്ലോറി. ഇത് നമ്മൾ ആദ്യം കാണുന്ന ഈ പിക്ചർ നമ്പർ, ഇത് ആ പേജിന്, ആ പുസ്തകത്തിന്റെ കവർ പേജിലുള്ള പടമാണ്.
ഈ ആദം പിതാവിന്റെ ഭവനം വിട്ടിറങ്ങുകയാണ്, മനുഷ്യൻ വിട്ടിറങ്ങുകയാണ്. മരണദൂതൻ അവനെയും കൊണ്ട് പോവുകയാണ്. അവനെ ഒന്നാം മരണം തുടർന്ന് രണ്ടാം മരണവും അത് സംഭവിക്കാണ്ട് മരണത്തിലേക്ക് അവനെ കൊണ്ടുപോവുകയാണ്. അവൻ നടക്കുന്നത് ഇപ്പൊ സമയത്തിൽ ബന്ധിതനായി അവൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ലോകത്തിലൂടെ തീപ്പൊയ്കയിലേക്ക് പോവുകയാണ്. പോകുന്നത് രണ്ടാം മരണത്തിലേക്കാണ്. നമ്മൾ പറയാറില്ലേ, ലോകത്തിലേക്കാണ് പോകുന്നത്, സംഭവം ശരിയാ, പക്ഷെ ലോകത്തിലൂടെയാണ് തീപ്പൊയ്കയിലേക്ക് പറയുന്നത്. ലക്ഷ്യം തീപ്പൊയ്കയാണ്, ലോകത്തിലൂടെ പോവുകയാണ്. നമ്മളിപ്പോൾ ഇവിടെ വരുമ്പോൾ ഇപ്പോൾ ഇവിടെ പൂക്കാട്ടുപടി ഇപ്പം നിങ്ങൾ ആരെങ്കിലും തേവരയെന്ന് അല്ലെങ്കിൽ എവിടെന്നെങ്കിലും വണ്ടി കയറിയാൽ ഉടനെ പറയും ജെട്ടി മേനക വഴി പൂക്കാട്ടുപടി, ശരിയല്ലേ? ബസ് കയറുന്നത് ജെട്ടി മേനക വഴി അല്ലെങ്കിൽ പത്മ വഴി പൂക്കാട്ടുപടി. ഇതേപോലെ തന്നെ ലോകം വഴി തീപ്പൊയ്ക, മനസ്സിലായോ? ഇതാണ് റൂട്ട്. അപ്പൊ ഈ ലോകം വഴിയാണ് പോകുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ ലോകത്തിലുള്ളതിനെ മക്കളെ സ്നേഹിക്കല്ലേ, മടങ്ങി പോര്. ഏതെങ്കിലും മനസ്സിലായ കുഞ്ഞുങ്ങളാണെങ്കിൽ തിരിച്ചു വരും. ഇത് സുബോധമില്ലാത്തവരാണെങ്കിൽ തിരിയത്തില്ല, അത് ഞങ്ങളങ്ങ് പോവുക എന്നും പറഞ്ഞ് അവരങ്ങ് പോകും, കുഴിയിൽ വീഴുകയും ചെയ്യും. അപ്പോൾ പ്രിയരെ, ഇതാ തീപ്പൊയ്കയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. അങ്ങനെ തീപ്പൊയ്കയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കാണ്, ശിക്ഷായാത്രയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്കാണ് കർത്താവ് യേശു ക്രിസ്തു കടന്നു വന്ന് കാൽവരി ക്രൂശിൽ മരിക്കുകയും രക്ഷായാത്രയ്ക്ക് വഴിയൊരുക്കിയത്. ആ യേശുവിൽ വിശ്വസിക്കുമ്പോൾ നിങ്ങൾ എന്നെ തിന്നാ ഞാൻ മൂലം ജീവിക്കും. ഇതാ ശിക്ഷായാത്ര യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് രക്ഷായാത്രയായി മാറുകയാണ്. ഗ്ലോറി. അങ്ങനെ ഈ മനുഷ്യൻ ഇവിടുന്ന് തിരിച്ച് പോവുകയാണ്. ഇതിവിടെ യു ടേൺ എടുക്കുകയാണ്. ഈ യു ടേൺ എടുക്കുന്ന ആരും കാണത്തില്ല, ഇത് ഹൃദയത്തിന്റെ ഉള്ളിലാണ്. പക്ഷേ യേശു കർത്താവാണെന്ന് മാത്രം പറഞ്ഞ് നിങ്ങൾ നിന്നാൽ യു ടേൺ നടക്കത്തില്ല. ഏമേ, ജനത്തിന് അറിഞ്ഞുകൂടാ യു ടേൺ എടുക്കണമെന്നൊന്നും. തിരിഞ്ഞ് ഹൃദയം കൊണ്ട് ദൈവരാജ്യത്തിലേക്ക് മടങ്ങി പോകണമെന്ന് അവർക്ക് പറഞ്ഞുകൂടാ. കാരണം അവർ കേട്ട ദൈവരാജ്യത്തിന് വിശേഷമല്ല, അവർ കേട്ടത് യേശു കർത്താവാണെന്നാണ്. ഗ്ലോറി ടു ഗോഡ്. അവരുടെ ജീവിതത്തിൽ 2 റിക്വയർമെന്റ് വേണ്ടതിന് പകരം 1 റിക്വയർമെന്റ് നടന്നു. ഇന്നലെ നമ്മൾ കേട്ടു, തിരിച്ച് ദൈവഭവനത്തിൽ ഒരു വ്യക്തി എത്തണമെങ്കിൽ എത്ര റിക്വയർമെന്റ് വേണം? അവിടെ പിതാവ് പറയുന്നത് 15:24 വായിച്ച കുഞ്ഞ് ലൂക്ക് ചാപ്റ്റർ 15:24. ഫാദർ 2 പ്രാവശ്യം അത് പറയുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട് ഈ 2 റിക്വയർമെന്റ്. ഒന്ന് വേലക്കാരോടും മറ്റൊന്ന് മൂത്ത മകനോടും. 2 പേരോട് ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. 15:24 വായിച്ച്, എന്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ട് കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോ എത്ര കാര്യങ്ങൾ സംഭവിച്ചു? 2 കാര്യങ്ങൾ. ഇനി മൂത്ത മകനോട് പറയുന്നുണ്ട്. അതിന്റെ അവസാന വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ആ ചാപ്റ്ററിന്റെ അവസാന വാക്യം വായിക്കുമ്പോൾ മൂത്ത മകനോട് ഇതേ കാര്യം തന്നെ പിതാവ് റിപ്പീറ്റ് ചെയ്യുകയാണ്. നിന്റെ ഈ സഹോദരൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടു കിട്ടിയിരിക്കുന്നു. അപ്പോ ദ്രമ്മയ്ക്ക് ഒരു കാര്യം സംഭവിച്ചുള്ളൂ, ആടിന് ഒരു കാര്യം സംഭവിച്ചുള്ളൂ. ദ്രമ്മയും ആടും മരിച്ചില്ലായിരുന്നു, കാണാതെ പോയത് കണ്ടെടുത്താൽ മതിയായിരുന്നു. പക്ഷെ മകനെ സംബന്ധിച്ച മകൻ മരിച്ചു, മകനെ കാണാതെ പോയി. 2 കാര്യം സംഭവിച്ചു. ഈ 2 കാര്യം തിരിച്ച് സംഭവിക്കണം. ഈ 2 കാര്യം തിരിച്ചു നടക്കണമെങ്കിൽ അതിന് 2 പേരെയാണ് ജോലി ഏൽപ്പിച്ചിരിക്കുന്നത്. ജീവൻ കൊടുക്കുവാൻ യേശുവിനെയും മടക്കി വീട്ടിൽ കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവിനെയും. മനസ്സിലാവുന്നുണ്ടോ? പഴയ നിയമത്തിൽ കനാൻ ദേശത്ത് ഇസ്രായേൽ മക്കളെ എത്തിക്കുവാൻ 2 പേരെയാണ് കാര്യങ്ങൾ ഏൽപ്പിച്ചത്. ഈജിപ്തിന്റെ അടുപ്പത്ത് നിന്ന് വിടിവിക്കുവാൻ മോശയെയും, കാനാൻ ദേശത്തിൽ യുദ്ധം ചെയ്ത് കീഴടക്കി അവിടെ എത്തിക്കുവാൻ ജോഷുവയെയുമാണ് ഏൽപ്പിച്ചത്. മനസ്സിലായോ? എന്നാൽ മോശ ഇസ്രായേൽ ജനത്തെ രക്ഷിച്ചിട്ട് ഇടയ്ക്ക് വെച്ച് കൊണ്ടുവന്നു. ഒരു ജോഷുവെ അംഗീകരിക്കുവാൻ ജനം തയ്യാറായില്ല. ജോഷയെ കുറിച്ച് ജനം കേട്ടില്ല. എന്ത് സംഭവിക്കും? ആ ജനത്തിന് എന്ത് പറ്റും? അവര് കാനാൻ ദേശത്ത് എത്തത്തില്ല. എവിടെ നശിക്കും? മരുഭൂമിയിൽ പെട്ടുപോകും. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഇന്നത്തെ സഭയ്ക്ക് പറ്റിയിരിക്കുന്ന അപകടം ഇത് തന്നെയാണ്. ആമേൻ. അനേകര് തീപ്പൊയ്കയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാ. അവര് പറയുന്നത് ഞങ്ങൾ യേശുവിനെ കർത്താവായി സ്വീകരിച്ചു, ഞങ്ങൾ കേട്ടതാ ജീസസ് ഇസ് ക്രൈസ്റ്റ്, ഞങ്ങൾ സ്വീകരിച്ചല്ലോ. കർത്താവ് പറയുന്നു, എന്നെ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാ സ്വർഗരാജ്യത്തിൽ കയറുന്നത്. ആമേൻ. ഹല്ലേലൂയ. മറുകൂട്ടര് പറയുന്നു, ഞങ്ങൾ അത്ഭുതം ചെയ്തു, അടയാളം ചെയ്തു, മറ്റു പല പല കാര്യങ്ങളും നിന്നെ നാമത്തിൽ ചെയ്തു. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുകയും ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ഗ്ലോറി. ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. ശരിയാ കർത്താവ് പറഞ്ഞ്, ഒരു നാളും അവരെ യേശു പുത്രനായി അറിഞ്ഞിട്ടില്ല. മനസ്സിലായോ? യേശുവിനെ അയച്ചത്, യേശുവിനെ കൈക്കൊണ്ട് യേശു നാമത്തിൽ വിശ്വസിക്കുന്ന ഏവരെയും ദൈവപുത്രന്മാരാക്കുവാനുള്ള അധികാരം കിട്ടിയേക്കണേ. ഗ്ലോറി. ആ ഒരു മണ്ഡലത്തിലേക്ക് അവർ കയറിയിട്ടില്ല, തിരിഞ്ഞിട്ടില്ല, ആ തിരിവ് അവർക്ക് ഉണ്ടായിട്ടുമില്ല. മനസ്സിലായോ? ഹല്ലേലൂയ.
അവിടെ കർത്താവ് യാതൊരു ദാക്ഷിണ്യം വെക്കത്തില്ല. കാരണം ഓൾറെഡി ബൈബിളിൽ അതുണ്ട്. കുഞ്ഞെ, നീ പല പ്രാവശ്യം അത് വായിച്ചു പോയതാ, പല ഭാഗങ്ങൾ വായിച്ചു പോയതാ. ഒരു സാമ്പിൾ ജഡ്ജ്മെന്റ് നിന്റെ മുമ്പിൽ ഞാൻ വെച്ചു. എന്നിട്ടും ഇതിലൂടെ നീ നിന്നെ തന്നെ ഒന്ന് ജഡ്ജ് ചെയ്യണ്ടയോ? ആ ജഡ്ജ്മെന്റ് സീറ്റിൽ ഞാൻ നിൽക്കുകയാണെങ്കിൽ എനിക്ക് അവിടെ തന്നെ എന്താ പറയാനുള്ളത്? സഹോദരങ്ങൾ, ഇന്ന് നമ്മൾ നമ്മളെ വെച്ച് ജഡ്ജ് ചെയ്യണം. നമ്മൾ പറയാൻ പോണത് കർത്താവ് ഞാൻ അങ്ങനെ കർത്താവ് സ്വീകരിച്ചു ഇതാണ് പറയാൻ പോണത്. അവർക്കുള്ള വിധി അവിടെ പറഞ്ഞേ. ഞാൻ പോയി പറയാൻ പോണു ഞാൻ കുറെ രോഗിയെ സൗഖ്യമാക്കി ഭൂതങ്ങളെ പുറത്താക്കി എന്നാണ് ഞാൻ പറയാൻ പോണേ. അവർക്കുള്ള വിധിയെ കർത്താവ് രണ്ടാമത് പറഞ്ഞേ. ഗുരുവും വീണു, ശിഷ്യനും വീണു. ആമേ. കുരുടൻ കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴും. ആമേ. ആദ്യമേ ദേവദാസന്മാരെ നമ്മളാ മാറേണ്ടേ. ആമേ. നമ്മളാ മനസ്സിലാക്കേണ്ടത്. കാരണം സ്പിരിച്വൽ പ്രിൻസിപ്പിൾ ഇതാ. കർത്താവ് പറഞ്ഞതാ, ശിഷ്യൻ ഗുരുവിന് മീതെ അല്ല. ലൂക്ക് 6:40 6:40 ശിഷ്യൻ ഗുരുവിന് മീതെ അല്ല. മാക്സിമം പഠനം തികഞ്ഞവൻ ഗുരുവിനെ പോലെയാകും. ഇതിന്റെ അർത്ഥം ദേവദാസന്മാരെ, നമ്മളുടെ ആത്മീയ വളർച്ചയ്ക്കനുസരിച്ചിരിക്കും ദൈവം നമ്മളെ ഏൽപ്പിച്ച ആടുകളുടെ വളർച്ച. മനസ്സിലാവുന്നുണ്ടോ? ശ്രദ്ധിക്കുക. നമ്മളുടെ ആത്മീയ ദൈവദാസന്മാരായ നമ്മളുടെ ആത്മീയ വളർച്ചയ്ക്കനുസരിച്ചിരിക്കും ദൈവം നമ്മളെ ഏൽപ്പിച്ച ആടുകളുടെ വളർച്ച. നമ്മൾ വളരുന്നില്ലയോ, വലിയൊരു ചതിയ നമ്മളെ ഏൽപ്പിച്ച ജനത്തോട് നാം ചെയ്യുന്നത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അതുകൊണ്ട് യേശുവിനോട് ചേർന്നിരിക്കുക, മടക്കയാത്രയിലേക്ക് പോവുക, നാം വളരും. ആമേൻ. ഹല്ലേലൂയ. മടക്കയാത്രയിൽ നാം പോകുന്നതാണ് ആത്മീയ വളർച്ച. ഗ്ലോറി. ഹല്ലേലൂയ. ഇത് നമ്മുടെ ജീവിതത്തിൽ അനുദിനം സംഭവിച്ചിരിക്കണം. ആമേൻ. ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങൾ ഇവിടെ ദൈവത്തിന്റെ സന്ദേശം കേൾക്കാൻ കടന്നു വന്നു. എനിക്ക് നിങ്ങളെ എന്നേക്കാൾ ഉയരത്തിൽ വളർത്താൻ പറ്റത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ നിങ്ങൾക്ക് എന്നേക്കാൾ ഉയരത്തിൽ വളരണമെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ കോളേജിൽ അഡ്മിഷൻ എടുത്തവരായിരിക്കണം. മനസ്സിലായോ? ഞാൻ ഒരു നാൾ വളരെ പല ബൈബിൾ സ്കൂളുകളിൽ പലതും മാറി മാറി പഠിച്ചു. എവിടെ മെസ്സേജ് കേട്ടാൽ ഞാൻ കിലോമീറ്ററുകൾ വണ്ടി ഓടിച്ച് ഞാൻ ഒറ്റയ്ക്ക് അവിടെ ചെല്ലും. 100 കിലോമീറ്റർ, ഇവൻ 270 കിലോമീറ്റർ ഓടി അബുദാബി വരെ ഞാൻ പോയിട്ടുണ്ട്. അതിനുശേഷം എന്റെ കയ്യിൽ ഒരു ടേപ്പ് റെക്കോർഡർ ഉണ്ടാകും, പഴയ ടേപ്പ് റെക്കോർഡർ ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ എല്ലാം റെക്കോർഡ് ചെയ്യും, ഞാൻ കേട്ടോണ്ടേയിരിക്കും. പിന്നെ അങ്ങനെ കേട്ട് വന്നപ്പോ ഞാൻ മനസ്സിലാക്കി, ഐ ആം വേസ്റ്റിംഗ് മൈ ടൈം. ഓരോ മെസ്സേജ് കഴിയുമ്പോൾ എന്റെ ചിന്ത, ഒന്നും കിട്ടിയില്ലല്ലോ കർത്താവേ, ഒന്നും കിട്ടിയില്ലല്ലോ, എന്തെങ്കിലും കിട്ടുന്ന വിചാരിച്ച പോയേ, ഒന്നും കിട്ടിയില്ലല്ലോ, ഞാൻ കർത്താവോട് കരയാൻ തുടങ്ങി. ആദ്യകാലങ്ങളിൽ എന്തെങ്കിലും കിട്ടുമായിരുന്നു, പിന്നെ ഒന്നും കിട്ടിയില്ലല്ലോ. തുടർന്ന് കർത്താവ് വലിയൊരു സ്വപ്നം കാണിച്ചു. ഞാൻ ഒരു വലിയ റെഫറൻസ് ബൈബിളും പിടിച്ചുകൊണ്ട് നടക്കുന്നു. ഞാൻ റെഫറൻസ് ബൈബിൾ എൻ്റെ കയ്യിൽ താഴെ വീഴുന്നു. ഉടനെ തന്നെ ഒരു സ്റ്റുഡന്റ് വന്നിട്ട് ആ റെഫറൻസ് ബൈബിൾ എടുത്ത് എൻ്റെ കയ്യിലേക്ക് തിരിച്ചു തരുന്നു. ഞാൻ എഴുന്നേറ്റു. ഞാൻ ചോദിച്ചു, കർത്താവ് ഇതെന്തുവാ? കർത്താവ് പറയാ, നിന്നെ ഞാൻ എന്റെ ബൈബിൾ കോളേജിൽ പഠിപ്പിക്കാൻ തുടങ്ങി. ആമേൻ. ഹല്ലേലൂയ. ഏകദേശം 2000 വർഷം ആ സമയങ്ങളിലാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. അപ്പോഴാണ് എനിക്കൊരു ഹെവൻലി വിസിറ്റേഷൻ ഉണ്ടാകുന്നത്. അതുവരെ ഞാനൊരു പക്ക ബിസിനസ്സുകാരനാണ്. അല്ലേ? ഒരു പക്ക ബിസിനസ്സുകാരനാണ്. അപ്പോഴാണ് നമ്മൾ ഈ ഭവനമൊക്കെ പണിയുന്നത്. തുടർന്നാണ് ഈ ഭവനത്തോട് ചേർന്ന് പക്ക ബിസിനസ്സുകാരൻ ഞാനൊരു സ്വിമ്മിംഗ് പൂളായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. ആ സ്വിമ്മിംഗ് പൂള് അടിസ്ഥാന സ്വിമ്മിംഗ് പൂളാണ്. പക്ഷെ ആ സമയത്താണ് ദൈവം എന്നെ മാറ്റുന്നത്. ഉടനെ അടിസ്ഥാന സ്വിമ്മിംഗ് പൂളാ മുകളിലേക്ക് വന്നപ്പോൾ ധ്യാനകേന്ദ്രമായി. ഈ സന്ദേശം ശ്രദ്ധയോടെ കേട്ട ലോകത്തെല്ലായിടത്തുമുള്ള പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഒരുമിച്ച് ദൈവത്തിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ ദൈവം ജീവനുള്ള ദൈവം. നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങളുടേതായ ഹൃദയത്തിലെ ചിന്തകൾ നിങ്ങളെക്കാൾ നന്നായി അറിയുന്ന ദൈവം. ആ ദൈവത്തിന്റെ അടുക്കിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ, നമ്മളുടെ വിശ്വാസ കണ്ണുകളിലൂടെ ആ ദൈവത്തെ കണ്ട് നമുക്ക് ആ ദൈവത്തിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വകീയ പിതാവേ, ഈ ജനങ്ങളുമായി ഞങ്ങളുടെ സന്ധിയിലേക്ക് കടന്നു വരികയാണ്. പ്രിയ നല്ല നാഥ കർത്താവേ, ദുഷ്ടൻ ഭരിക്കുന്ന ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പല ദുരിതങ്ങളാലും പ്രയാസങ്ങളാലും
കർത്താവേ, അങ്ങയുടെ മക്കൾ ഭാരപ്പെടുന്നു. എന്നാൽ അങ്ങയുടെ ആശ്വസിപ്പിക്കുന്ന കരം, വിടുവിക്കുന്ന കരം ഈ മക്കളോട് കൂടെ ഇരിക്കുകയും അവരെ പൂർണ്ണമായി വിടുവിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സമാധാനം അങ്ങയുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്താട്ടെ കർത്താവേ. അങ്ങയുടെ സൗഖ്യം അങ്ങയുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്താട്ടെ കർത്താവേ. ഇവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങയുടെ സാന്നിധ്യം കൂടിയിരിക്കാൻ സ്തോത്രം. ഈ ജനത്തെ കർത്താവ് ഞാൻ അനുഗ്രഹിക്കുന്നു. ഇവരുടെ അനുഗ്രഹമായിരിക്കട്ടെ യേശുവിൻ നാമത്തിൽ പിതാവേ. പ്രിയരെ, ദൈവം നമുക്കുണ്ട്. നമുക്കൊരു പിതാവുണ്ട്. കർത്താവ് യേശു നമുക്കുണ്ട്. ഒന്നുകൊണ്ട് ഭാരപ്പെടേണ്ട. കർത്താവിനോട് കൂടി ഇരിക്കട്ടെ. ദൈവം അനുവദിക്കുന്നില്ല. അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ചാനൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ. പ്രൈസ് ഗോഡ്. ഈ എപ്പിസോഡിന്റെ അല്ല എങ്കിൽ ഈ സന്ദേശത്തിന്റെ മുഴുവൻ സീഡിയോ ഡിവിഡിയോ വാങ്ങുവാൻ താല്പര്യമുള്ളവർ കേരളത്തിലോ ഗൾഫിലോ ഉള്ള താഴെ പറയുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്ന ദൈവവചന ശുശ്രൂഷ പ്രാർത്ഥനാലയം ഗോസ്ബൽ സെന്റർ എല്ലാ മാസവും ആദ്യ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ. യേശുനാഥൻ മാറ്റും